ഹലോ, സുഖം തന്നെയല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളൊക്കെ ഓർമ്മയിലില്ലേ? അങ്ങനെയുള്ള ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് പലപ്പോഴായിട്ട് ഓടി വരാറുണ്ട്. അത് ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. സ്വല്പം നീളമുണ്ടായിരിക്കും, എന്നാലും ഒന്ന് കേൾക്കണം കേട്ടോ. അന്ന് ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയമാണേ. അവിടെ ആരെങ്കിലും ഒരു പേഷ്യൻസിനെ കാണിക്കണം, നമുക്ക് ആരെങ്കിലും ഒന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പരിചയമുള്ള ആരെങ്കിലും ഇല്ല എങ്കിൽ സാധിക്കത്തില്ല. അതിനടുത്ത് ഞാനുള്ള കാരണം ആർക്കെന്ത് ഏത് ഡോക്ടറെ അവിടെ കാണണമെന്ന് പറഞ്ഞാലും ഓടി വരും. ഞങ്ങളുടെ ഇന്ന ആളെ അവിടെ ഒന്ന് കാണിക്കണം, അതാ ഇതാന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേങ്കിൽ എനിക്ക് ഓഫുള്ള ദിവസം പോലും ഞാൻ പോയി അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഓഫ് ദിവസമാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് വന്ന് പറഞ്ഞു, പുള്ളിയുടെ അങ്കിളിന് സുഖമില്ല, കുറച്ച് ദിവസമായി പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ കാണിച്ചു, ഒന്നും ശരിയാകുന്നില്ല, ഒന്ന് ഓൾ ഇന്ത്യയിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ വരാമോ എന്ന്. അങ്ങനെ ഞാൻ കൂടെ പോയി. അവർ താമസിച്ചിരുന്നത് ഒരു ഫ്ലാറ്റിൻ്റെ 4ാമത്തെ നിലയിലാണ്. അവിടുന്ന് എടുത്തുകൊണ്ട് താഴെ കൊണ്ടുവന്ന് കാറിൽ കയറ്റി ഞാനും ഞങ്ങളുടെ ഫ്രണ്ടും കാറിലുണ്ടായിരുന്നു, പിന്നെ ഡ്രൈവറും. ഒരു കുഴപ്പമില്ലാതെ പോയിരുന്ന ആൾ ഹോസ്പിറ്റലിനോട് അടുക്കാറായപ്പോഴത്തേക്ക് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ആയി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും ചെയ്യാൻ അറിയില്ല. കാരണം അന്ന് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എനിവേ എങ്ങനെയോ ഒരു ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് ഹോസ്പിറ്റലിൻ്റെ അവിടെ ചെന്നു. പെട്ടെന്ന് സ്ട്രെച്ചർ കൊണ്ടുവന്നു, ആളെ അതേ കയറ്റി. അപ്പോഴേക്ക് പിന്നെ വീണ്ടും പോയി. അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക്. ഉള്ള ആക്സിഡൻറ്റ് കേസുകളെല്ലാം വരുന്നതൊക്കെ അവിടെ തന്നെയാണ്. ഇന്നും ഭയങ്കര തിരക്കാണ്. അങ്ങനെയുള്ള ഒരു ദിവസം അകത്തോട്ട് കൊണ്ട് കയറി കഴിഞ്ഞപ്പം ആരും അധികം ഗവനിക്കുന്നില്ല. എല്ലാ ഡോക്ടേഴ്സും എല്ലാവരും തിരക്കിലാണ്. എനിക്ക് ആകെ വിഷമം, എന്തു ചെയ്യാൻ പറ്റും? ഞാൻ കൊണ്ടുവന്ന ഒരു പേഷ്യൻറ്റും അടുത്ത് കണ്ട ഒരു ഡോക്ടറോട് ഞാൻ ചെന്ന് പറഞ്ഞു, ഡോക്ടറെ, ഞാനിവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ്, എൻ്റെ അങ്കിളിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് നോക്കുമോ എന്ന്. അങ്ങനെ പറയാനാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടുന്ന് ഇവിടുന്ന് ആൾക്കാർ വന്നു, എല്ലാവരെയും നോക്കി. ആ എമർജൻസി തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു 3-4 പ്രാവശ്യം പുള്ളിക്ക് കാർഡിയാക് അറസ്റ്റ് വന്നു. അവിടുന്ന് പറഞ്ഞു, ഇനിയും പറ്റത്തില്ല, ഇനി നമുക്ക് ICUയിലേക്ക് വിടണം. ICUയിൽ ബെഡ് കിട്ടാൻ ഭയങ്കര വിഷമമാണ്. ഞങ്ങളുടെ തിയേറ്ററിനോട് ചേർന്നാണ് ICU. എന്നോട് പറഞ്ഞു, ഏതായാലും നിൻ്റെ അങ്കിളല്ലേ, നീ അവിടെ ചെന്ന് അനസ്തറ്റിസ്റ്റിനെ കണ്ടാൽ മതി, അവിടെ ഇൻചാർജ് എങ്ങനെയെങ്കിലും ഒരു ബെഡ് ശരിയാക്കി തരുമെന്ന്. 8ാമത്തെ നിലയിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ICUയിലേക്ക് ഞാൻ ലിഫ്റ്റ് പോലും വെയിറ്റ് ചെയ്യാതെ ഓടിച്ചാടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ അറിയുന്ന ഒരു അനസ്തറ്റിസ്റ്റാണ്, ഡോക്ടർ ഉഷ. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഉഷ, എൻ്റെ അങ്കിൾ വന്നിട്ടുണ്ട്, ഇതുപോലുള്ള സിറ്റുവേഷനാണ്, അത് കാരണം. അയ്യോ, നിൻ്റെ അങ്കിളിന് ബെഡ് തന്നില്ലേ, പിന്നെ ആർക്കാ തരുന്നത്, കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റാക്കി എല്ലാം ശരിയായി. രാവിലെ പോയ ഞാൻ ഒരു 4 മണി 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ വന്നു. എല്ലാം ശരിയാക്കി അവിടെ വന്നു കഴിഞ്ഞു. പാതിരാത്രി ആയപ്പോൾ ഞങ്ങളുടെ കഥയിനെ കൊട്ട് ചെന്ന് തുറന്ന് നോക്കിയപ്പം ഞങ്ങളുടെ ഫ്രണ്ടാണ്. അവർ പറഞ്ഞു, മരിച്ചുപോയി, ഓട്ടോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം എല്ലാ സ്പെഷ്യാലിറ്റിയിലും ആൾക്കാർ വന്ന് നോക്കിയിട്ട് പുള്ളിക്ക് എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ലൂസ് മോഷനൊക്കെ ആയിട്ടായിരുന്നു പുള്ളി കൊണ്ടുപോയത്. പക്ഷേ എന്നാണ് ഡയഗ്നോസിസ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാരണം അവർക്ക് ഓട്ടോപ്സി എടുക്കണമെന്നും പറഞ്ഞ് സൈൻ ഇട്ട് കൊടുത്തു എന്നും പറഞ്ഞ് വന്നു. പിറ്റേ ദിവസം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? കാരണം എൻ്റെ അങ്കിളല്ലേ. അവിടെ കുട്ടിയെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്, കുട്ടിയങ്കിളെന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അത് വെച്ച് കുട്ടിയെന്ന് പേര് കൊടുത്തു. പക്ഷേ ഈ ആളൊരു ഹിന്ദുവാണ്. അവിടെ നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഫുൾ നെയിം കൊടുക്കണമല്ലോ. അവരന്നേരം ആ ആളിൻ്റെ ഫുൾ നെയിം പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ഞാൻ അവധി എടുത്തിട്ട് ഇവരുടെ കൂടെ പോയി. പിന്നെ അവർ അടക്കത്തിൻ്റെ ശുശ്രൂഷയെല്ലാം ആ കൂട്ടത്തിൽ ഞാനും കൂടി അവിടെ ചെന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഈ പറയുന്ന ഡോക്ടറും അവരുടെ 2-3 അനസ്തറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഈ ആലീസിന് എന്നാ പറ്റി, ആലീസ് എങ്ങനെയാണ് ഒരു ഹിന്ദു ആളെ അങ്കിളെന്ന് പറഞ്ഞത് എന്നും ചോദിച്ച് അവിടെ എല്ലാം ഒരു ചർച്ചാ വിഷയമായെന്ന് ഞാൻ അറിഞ്ഞു. കള്ളം പറഞ്ഞതല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പെട്ടെന്നൊരു എമർജൻസിയിൽ ഒരു
ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കോട്ടെ എന്നും കണ്ടാണ് ഞാനെന്നവിടെ പറഞ്ഞത് കേട്ടോ. ഏതായാലും ഞാൻ ഒരാളോട് പറഞ്ഞു, എൻ്റെ അമ്മ ഒരു ഹിന്ദു ആയിരുന്നു, അത് ആ അമ്മയുടെ സഹോദരനായി പോയെന്ന്. അങ്ങനെ അമ്മയെ ഞാനൊരു ഹിന്ദു ആക്കി. എനിവേ ഒരു മാസത്തോളം ഈ അനസ്തറ്റിസ്റ്റിൻ്റെ ഒന്നും മുൻപ് ഞാൻ വരത്തില്ല. അവരങ്ങ് ദൂരേന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ കയറിയിട്ട് രക്ഷപ്പെട്ടു പോകും കേട്ടോ. അങ്ങനെ വന്ന് അത് ഞങ്ങളുടെ 9th ഫ്ലോറിൽ ഞങ്ങൾക്കൊരു ചെറിയ ക്യാൻറ്റീനുണ്ട്. ഞാൻ അവിടെ കയറി ചെന്ന് കാപ്പി വാങ്ങിക്കാമെന്ന് കണ്ട് അവിടെ കയറി ചെല്ലുമ്പം ഇവരാരെങ്കിലും അവിടെ ഇരിക്കുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് താഴെ ഇറങ്ങി വരും. അങ്ങനെ എന്നെ ഒരു ദിവസം ഇവർ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ അവരോട് സത്യാവസ്ഥ പറഞ്ഞു, ഇന്നതാണ് പ്രശ്നമെന്ന്. അല്ലെങ്കിൽ പിന്നെ വേറെ ആരെയും എനിക്കവിടെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥ പോലെ. അവരോർക്കത്തില്ല ഇവള് കള്ളം പറഞ്ഞ് നോക്കിക്കേ, അന്ന് ഒരു കെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കള്ളം പറഞ്ഞതല്ലേ എന്നുള്ള ഒരു ചിന്ത ഇവർക്ക് വരുമല്ലോ എന്നുള്ള ഒരു വിഷമമായിരുന്നു എനിക്ക് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെ സംഭവം അവിടെ നടന്നു. എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ മനസ്സിലിങ്ങനെ കുത്തിക്കയറും. കള്ളം പറഞ്ഞിട്ട് നമ്മൾ ഏത് കാര്യത്തിന് പോയാലും എവിടെങ്കിലും ഇട്ട് നമ്മളെ പിടിക്കും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും സംഭവം വരുമ്പം എൻ്റെ മനസ്സിലോട്ട് ഓടി കയറി വരുന്ന ഒരു രംഗമായത് കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതാണ്, നമ്മളായിട്ട് സ്റ്റേണായിട്ട് നിൽക്കുക. അന്നത്തെ കുട്ടിക്കാലത്ത് ഇതുപോലെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതിൽ പിന്നെ ഞാൻ ആരോടും ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് ഒരു കെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടില്ല. അത് എൻ്റെ കുഴപ്പമല്ലെന്ന് എനിക്കറിയാം, അല്ലേ പിന്നെ അവിടെ തിരിഞ്ഞ് നോക്കില്ല എന്നും എനിക്കറിയാം. അത് കാരണമാണ്. പക്ഷേ ഇത് എന്നും എൻ്റെ മനസ്സിൽ ഒരു പാഠമായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബായ്.